إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده الله فلا مضل له من يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على دينه كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അൽഹംദുലില്ലാഹ്, ലോകരക്ഷിതാവായ എനിക്കത്തെ ഈ ദുനിയാവിടെ പഠിച്ചിട്ട് ಅದಕ್ಕೆ ಬೇನಾಯ ವ್ಯವಸ್ಥಿತമായ എനിക്കത്തെ എല്ലാ ರೂಪುರೇಷೆತಂಗನಿಕത്തെ മാലിക്കുൽ മുൽക്കായ അല്ലാഹുടെ നിയമ നിദർശനത്തെ നല്ലോണം മനസ്സിലാക്കിയിട്ട് അത് ഞങ്ങളെ രഹസ്യം പരസ്യ ജീവിതത്തിൽ അളവടിച്ചിട്ട് മിഞ്ചൊരു സ്വന്തത്തോട് മറക്കാണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വസിയത്തും നസിയത്താക്കിയുള്ള അതുപോലെ ഈ ദുനിയാവിടെ യാത്ര പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലിട്ട് തൗഹീദ് കലിമത്ത് ഉച്ചരിച്ചിട്ട് ഈ ദുനിയാവിടെ യാത്ര പോകുന്ന തൗഫീഖ് റഹ്മാനായ അല്ലാഹു നക്കും നിങ്ങൾക്ക് തന്നനുഗ്രഹിക്കട്ടെ. ഓരോ ജുമാവട്ട് അല്ലെങ്കിൽ ഒരു ദീനി മജ്ലിസ് ആവട്ടെ അല്ലെങ്കിൽ ഒരു ചെറിയ സുജൂദ് പോലാവട്ടെ അല്ലാഹുവിനെ വിചാരിച്ചിട്ട് ഞങ്ങളെ ആ സറണ്ടർ ക്വാളിറ്റി അല്ലെങ്കിൽ ആ മുസ്ലിംസുള്ള ആ നാമത്ത് മനസ്സിലാക്കേണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വെച്ചിട്ട് അത് വർഷാവട്ടെ, അത് തിങ്കളാവട്ടെ, അല്ലെങ്കിൽ വാറാവട്ടെ, ഒരു നാളാവട്ടെ, ഹവേഴ്സ് ആവട്ടെ, മിനിറ്റ്സ് ആവട്ടെ, സെക്കൻഡ്സ് ആവട്ടെ, പ്രതിയൊന്നും കടന്നു പോയിട്ടില്ലേ ഈ ദുനിയാവുടെ യാത്രയിൽ വെച്ചിട്ട് മൗത്തൂച്ചുള്ള യാഥാർത്ഥ്യത്തിക്ക് കാലുവയ്ക്കാനായിട്ട് നാളെ മുന്നോട്ട് പോയിട്ടില്ല. അതല്ലെങ്കിൽ ഒരു വലിയ ഗ്രോത്ത് ആയിട്ടുള്ള ബദലായിച്ച് ഈ ദുനിയാവുടെ യാത്ര പോകലെങ്കത്തെ സെക്കൻഡ് പോലും നണ്ടെങ്കിൽ കോടിയായിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കണോ, യാത്ര കൂടെ മുന്നോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൗത്തിനെ സംബന്ധിച്ചിട്ട് നമുക്ക് പഠിപ്പാട്ട് തന്നെ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. അല്ലാഹു ചന്ദ്രെ ഈ മൗത്തിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ എല്ലാവരും മൗത്തിനെ നൊമ്പല തിന്നോണ്ടല്ല, ബദലായിട്ട് അല്ലാഹു ചന്ദ്രെ നിങ്ങൾ എല്ലാവരും മൗത്തിനെ ടേസ്റ്റ് നോക്കുന്നുണ്ടായിട്ട് ഇവിടെ മനസ്സിലാക്കണു. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാടി തന്ന ശൈലിയുണ്ട്. ആ ടേസ്റ്റ് മനസ്സിലാക്കണം. എങ്ങനായിട്ട് ടേസ്റ്റ് രണ്ട് എക്സാമ്പിൾ നോക്കപ്പോണെങ്കിൽ ഒരു സ്വീറ്റ് അല്ലെങ്കിൽ കഹി, ഒരു കയ്പായതും അല്ലെങ്കിൽ ഒരു മധുരമായ ടേസ്റ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട് അത് സ്വീറ്റ് ആയിരിക്കും, മധുരം ഇഷ്ടപ്പെട്ട കയ്പനാണെങ്കിൽ ഇഷ്ടപ്പെടില്ല, അത് തിന്നോക്ക് പോകാവില്ല. ഇവിടെ മനസ്സിലാക്കൂലേ അള്ളാഹു ഉദ്ദേശിച്ച ടേസ്റ്റ് എങ്ങനെ ചൊല്ലിട്ടെങ്കിൽ ഈ ദുനിയാവ് വെച്ചിട്ട് അള്ളാഹുടെ വഹ്ദാനിയത്ത് മനസ്സിലാക്കിയിട്ട് തൗഹീദിൽ അടിവച്ച് നിന്നിട്ട് ദുനിയാവ് വെച്ചിട്ട് എന്ത് സംഭവിച്ചെന്നും അല്ല എന്തൊരു അനാഹുത്ത ബന്നെങ്കും ഇത് റബ്ബുടെ പക്കൽ വന്നതായിട്ടുണ്ട്. സബുറാക്കിയിട്ട്
അള്ളാഹുനെ മാത്രം വിളിച്ചു തേടിട്ട് റബ്ബുക്ക് മാത്രം സുജൂദിട്ട് റബ്ബല്ലാ തങ്ങൾ തലബദ്ധാണ്ട് റബ്ബല്ലാ തങ്ങൾ പേടിക്കാണ്ട് മിഞ്ചിട്ട് ഈ ദുനിയാവിടെ യാത്ര പോണ്ടത് അത് ചിലപ്പോ നല്ല സ്വീറ്റ് ആയിട്ട് ടേസ്റ്റ് ആയിട്ടിരിക്കുന്ന നഫ്സ്. എന്നോട് രണ്ടാമത്തെ നോക്കുമ്പോഴാണ് കഹിച്ചേണ്ടത് ദുനിയാവിൽ അള്ളാഹുടെ മനസ്സിലാക്കാണ്ട് അള്ളാഹുടെ ധിക്കരിച്ചിട്ട് അള്ളാഹുടെ ദീനെ കളിയാക്കിട്ട് തമാശാക്കിട്ട് അല്ല ഇല്ലെന്ന് വാദിച്ചിട്ട് മിഞ്ചിട്ടും ഈ ദുനിയാവിടെ പോണ യാത്ര ചിലപ്പോ അത് കഹിയായിട്ട്. അങ്ങനെ അള്ളാഹു ചൊല്ലിയ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സു മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ് ഇന്നല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. അള്ളാഹു ചൊല്ലിയ നന്നെ സംബന്ധിച്ച് അള്ളാഹു ചൊല്ലിയ ഏ ഈമാനുള്ള ആൾമാരെ അള്ളാഹുവിലേക്ക് രണ്ട് വിളിയായി വന്നാസ് ഏ മനുഷ്യന്മാരെ പിന്നൊരു വിളിയായിട്ടുള്ളൂ യാ അയ്യുഹല്ലദീന ആമനു ഏ ഈമാനുള്ള ആൾമാരെ അള്ളാഹുവിന്റെ ഈമാനുള്ള ആൾമാരെ അല്ല കേക്കരേ നീ തന്റെ പേടിക്കുക മാത്രല്ല നിങ്ങൾ നാളെയായിട്ട് നിങ്ങൾ നഫ്സ് എന്താക്കിയുള്ളൂ സഹോദരങ്ങൾ മനസ്സിലാക്കണു നന്റെ നിങ്ങൾ നാളെ ഏത് ചെന്നിട്ടായെങ്കിൽ അതൊന്ന് പാതിയായിട്ടുള്ളൂ അതൊന്ന് ഫിനിഷ് ആവും. മോള് മങ്ങിലത്തെ ഏജ് ആയിട്ട് മോൾ മോണല്ലേ ചെറുക്കൻ നോക്കി നിക്കാക്കി കൊടുക്കും. മോന്റെ എഡ്യൂക്കേഷൻ ആയിട്ട് മോന്റെ ജോബുകായിട്ട് കോശിഷാക്കും. നല്ലൊരു കാറുണ്ട് ഇത് കൊടുത്തിട്ട് ഇപ്പത്തെ ബന്ധനത്തെ പുതിയ വേരിയേഷൻ കാർ ഒന്ന് എടുക്കുന്നു. ഈ നാളല്ല അള്ളാഹു ചൊല്ലുള്ളൂ. അള്ളാഹു കേട്ടുള്ള ഫ്യൂച്ചർ എന്തൊരാക്കിയ നാളെ ഇതല്ല സഹോദരന്മാർ അള്ളാഹു ചൊല്ലി നാളുണ്ട്. അതായിട്ട് കൂട്ടുകുടുംബാവട്ട് ചങ്ങായിമാരാവട്ട് സ്ഥാനമാനാവട്ട് പേരാവട്ട് എത്ര തോൽച്ചെന്നെങ്കിൽ ഈ ദുനിയാവിൽ കഷ്ടം വന്നിട്ട് ഉണ്ടാക്കിയ ബല ബല ആസ്തിയും സമ്പത്തും മുതലും പേരും സ്ഥാനമാണ് ഇൻഫ്ലുവൻസും ഇതെല്ലാം വിട്ടിട്ട് എത്ര തോൽച്ചെന്നെങ്കിൽ അണ്ടത്തെ നാൾ റൂഹ് കൊണ്ടുവരൽ പാടെ പിന്നെ സ്വന്ത പേര് പോലും ഒലിക്കുകയാവാൻ അതായത് മയ്യത്തീച്ചന്റെ പേരില് യാത്ര പോണ ഒരു യാത്ര ഉണ്ട്. തിരിച്ചു പറയാത്തത്തെ മറക്കില്ലാത്തൊരു യാത്രയായിട്ടുണ്ട്. ആ യാത്ര സംബന്ധിച്ചിട്ട് അള്ളാഹു കേക്കിടെ നിങ്ങളെ നഫ്സിന് നിങ്ങൾ എന്ത് തയ്യാറിയായിട്ടോ അള്ളാഹു കേട്ടോളെ നാല് അതായിട്ടുണ്ട്. ദുനിയാവിടെ കഷ്ട ചിലപ്പ മൗത്തായി ഉണ്ടായിപ്പോ ഊട്ടെ ബേജാറ് ചിലപ്പ മൗത്തോടെ ഉണ്ടായിപ്പോ അല്ലെങ്കിൽ ഊടെ നൊമ്പല മൗത്തോടെ ഉണ്ടായിപ്പോ ഊടെ ലൈഫ് ലീഡാക്കണത്തെ ലക്സുറി ലൈഫ് ആക്ക ആൾമാരെ പോലും മൗത്തോടെ അങ്ങനെ ലക്സുറി ലൈഫ് തീർന്നു പോണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്നോലെ ഒരിക്കലും തീരാത്ത ഒരു യാത്രയുണ്ട്. അവിടെ മൗത്തില്ല. മൗത്തില്ലാത്ത ഒരു അനന്തമായ ശാശ്വതമുള്ള ജീവിതമുണ്ട്. അതായിട്ട് ആഖിറ അള്ളാഹു ചൊല്ല്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഈ ദുനിയാവിനെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പാട്ട് കണ്ടേ വൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അല്ലാഹു ചൊല്ല് ഈ ദുനിയാവുണ്ടല്ലേ ഇത് വഞ്ചനാത്മകമായിട്ടുണ്ട്. ഇതൊരു വഞ്ചനായിട്ടുണ്ട്. ഇതൊരു കലിയായിട്ടുണ്ട്. ഊടെ ചന്തം ഊടെ അധികാരം ഊടെ പവറും ഊടെ ഇൻഫ്ലുവൻസും ഇതെല്ലാം ഒരു വഞ്ചന. ഇതൊന്നും നിങ്ങൾക്ക് നിലനിൽക്കില്ല. അല്ലാഹു ചൊല്ല് നിലനിൽക്കുന്നത് അമൽ സ്വാലിഹാത്ത് മാത്രമായിട്ടുണ്ട്. അങ്ങനെ ആയിട്ട് അല്ലാഹു സൂറ അൽ അശ്റിന്റെ 18ാമത്തെ ആയത്തിൽ കേൾക്കേ നിങ്ങളെ സ്വന്തം നഫ്സുകായിട്ട് എന്റെ തയ്യാറിയാക്കിയുള്ളൂ. അതെ ചിലപ്പോൾ മനസ്സിലാക്കണു ദീനുൽ ഇസ്ലാം അല്ലെങ്കിൽ ആ ദീനുസ് മനസ്സിലാക്കാൻ നിങ്ങളോ ഈ മൗത്തു ചൊല്ലത് അതൊരു ഗൈബായിട്ട് ആരും ഇതുവരെ വർഷത്തിൽ വെച്ചിട്ട് വലിയ വലിയ റിസർച്ച് ആകുന്ന സയന്റിസ്റ്റുമാർക്ക് പോലും കണ്ടുപിടിക്കാറില്ല മൗത്ത് റൂപ്പറേഷൻ റേറ്റ്. ഈ ഭാഗത്തിൽ വെച്ച് മൗത്തവിടെ ഈ ടൈമിൽ വെച്ച് മൗത്തവിടെ ഈ ഹാലത്തിൽ വെച്ച് മൗത്തവിടെ അതാരും കണ്ടുപിടിക്കാൻ സാധ്യമായിട്ടില്ല. അത് കണ്ടുപിടിക്കാൻ ആവുമില്ല. അത് ഗൈബായിട്ടുള്ളൂ. അത് അല്ലാഹു മാത്രമായിട്ടുള്ളൂ. സഹോദരന്മാരെ ഒരിക്കലും വിചാരിക്കില്ല മൗത്തിനെ അല്ലെ കഴിഞ്ഞ 3-4 നാൾ മുമ്പ് ഒരു മൗത്തായ ഇൻസിഡന്റ് നോക്കിയ അതായിട്ട് അമായക ഒരു സഹോദര തന്റെ കൂട്ടുകുടുംബത്തെ ബന്ധമുപയോഗിച്ച് ഒരു അമായകമായ ഒരു ജീമ തന്റെ ഔത്തിൽ വെച്ചിട്ട് സുബഹി നിസ്കരിച്ചിട്ട് തന്റെ ജീവിതത്തിൽ പോയനിക്ക് സഹോദര പെഞ്ഞായി കാത്തോയിന്ത് തന്റെ മാപ്പിളെ ബന്ധിച്ചെന്ത് 2 മക്ക കാത്തോയിന്ത് തന്റെ ബാപ്പ തിരിച്ച് ഔത്ത് ബന്ധിച്ചെന്ത് ഒരിക്കലും ആ സഹോദരൻ വിചാരിച്ചിട്ടില്ല നാളെ നയിക്ക് പോയ പ്ലേസിൽ വെച്ചിട്ട് വഞ്ചനാത്മകമായിട്ട് മോശമായിട്ട് നന്റെ വിളിച്ചിട്ട് നന്റെ അടിച്ചിട്ട് കൊണ്ടുവച്ചിട്ട് ആ സഹോദരൻ വിചാരിച്ചിട്ടില്ല. കണ്ണോടായിട്ട് ആലമാർ എതിർ കറന്നു പറമ്പു സഹോദരൻ നോക്കിട്ടേ ബാക്കിയായല്ലാണ്ട് അതിൽ ഒഴിഞ്ഞു വന്ന സഹോദരനെ പലക്കുണ്ടു മൗത്തിന് എതിർ കറന്നു പറമ്പു നാൻ എന്ത് വധിക്കപ്പെട്ടു നാൻ എന്തിനാക്കി വെച്ചിട്ട് ആ സഹോദരൻ കരഞ്ഞ കണ്ണോട് കേൾക്കുമ്പോ ഒരു മാനവീയത്തെ കാട്ടാണ്ട് ആ സഹോദരൻ അങ്ങനെ സിൽമാക്കി കൊള്ളണ്ടാമോ ഒന്ന് മനസ്സിലാക്കണു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് പലക്കുണ്ടു ഒരു കാലഘട്ട കഴിഞ്ഞുകൊണ്ട്
നിങ്ങളെ മൂന്ന് കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തില് നിങ്ങൾക്ക് കൊന്നില്ല. റസൂൽ ചൊല്ലേ ഒരു ഇൻസാന്റെ അന്യായമായിട്ട് കൊന്നു, ആ കൊന്നിടോ കൊന്നില്ല, നണ്ട് എന്ത് കഴിക്കുന്ന കൊന്നോളൂ. അതല്ല ആ സഹോദര കേട്ട് എന്ത് കൊണ്ട് കണ്ട് നിങ്ങൾ കൊന്നോളൂ. ഞാൻ ഇന്ന് രാജ്യത്ത് കേൾക്കുമ്പോൾ ഒരു മൃഗത്തിന്റെ രൂപത്തിലായിട്ട് അടച്ചു കൊന്നേ മനസ്സിലാക്കുന്നു. ആ കൊന്നിടോ പോലും കൊന്നില്ല, ഇവിടെ ഞാൻ എന്ത് കൊന്നോല്ല. അങ്ങനത്തെ ഒരു കാലഘട്ട പണ്ട് ചൊല്ലതായിട്ട് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷം മുന്നേ ചൊല്ലുന്ന കാലഘട്ടക്ക് എന്റെ നാടും നിങ്ങൾ സാക്ഷിയായിട്ടുള്ള സഹോദരന്മാരെ മനസ്സിലാക്കണോ. എന്ത് കൊണ്ടിട്ടായിട്ട് മുസ്ലിം ചൊല്ലുന്ന പേരിൽ നമുക്ക് കൂടെ മിസ്സത്തില്ല, സലീലായിട്ടുണ്ടു, ബേസത്തായിട്ടുണ്ടു. മാത്രമാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഞങ്ങളെ വിളിച്ച ബലിയുണ്ട്. കുന്തും ഖൈറ ഉമ്മത്ത് ദായിട്ടിക്ക് അല്ലാഹു ചൊല്ലി മാനവ സമുദായത്തിൽ വെച്ചിട്ട് അത്യുത്തമ സമുദായത്തെ ആൾമാർ നിങ്ങായിട്ടുള്ളൂ. കാരണം എന്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൗത്തിൽ പിന്നെ ഇനി ഒരു നബിയുടെ കർന്നു പറയില്ല. ഇനി ഒരു നബി കർന്നു പണ്ട് ചില വിശ്വാസമായിട്ട് ഈമാന്റെ പാത്രമാണ്. തൗറാത്തും സബൂറും ഇഞ്ചീൽ ഇതേപോലെ അവതീർണായ പോലെ ഖുർആന് പിന്നെ ഒരു ഗ്രന്ഥത്തെ ഇവിടെ അവതീർണുള്ള ഒരു നസീലില്ല ഖുർആനായിട്ടുള്ളൂ. അന്തിമ ഗ്രന്ഥ ചെന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് വിഷയം ഞങ്ങൾക്ക് കാട്ടിപ്പോയിട്ട് ഒന്നായിട്ട് റസൂൽ സല്ലല്ലാഹു കാട്ടിയത് ഖുർആൻ ഫുർഖാൻ ഗ്രന്ഥത്തെ പരീക്ഷയാക്കി ഞങ്ങൾക്ക് പോയിട്ട്. രണ്ടാമത്തേത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരു സുന്നത്ത് ഞങ്ങൾക്ക് കാട്ടിപ്പോയിട്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നിങ്ങൾ ജണ്ട് മുറുകെ പിടിക്കും. ഒരു കാലഘട്ടം വരും ഇതിന് ജണ്ട് നിങ്ങൾ കട്ടിപ്പിടിക്കുമ്പോഴത്തേക്ക് നിങ്ങളെ കയ്യിൽ ദീന് ചെല്ലത് ഒരു തീയുടെ കനാൽ എന്ന പോലെ ആവും. അത് പിടിക്കുക അത്ര പോസിബിൾ ഇല്ല, അത്ര ഈസിയില്ല. അങ്ങനത്തെ കാലഘട്ട കടന്നു പോലുണ്ടായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പായിട്ടാണോ ഒന്ന് മനസ്സിലാക്കൂ. ഇസ്ലാം ചൊല്ല പേരില് മുസ്ലിം ചൊല്ല പേരില് ഇങ്ങനത്തെ ആക്രമം, ഇങ്ങനത്തെ ദൗർജന്യം, ഇങ്ങനത്തെ നൊമ്പണം ഒന്ന് ഞങ്ങൾ എപ്പോഴും ചെല്ലവും. എന്തിനായിട്ടില്ല ഞങ്ങൾ ആക്കിര ഞങ്ങൾക്ക് അള്ളാഹുടെ സഹായം കറന്നു കൊണ്ടില്ലേ കേൾക്കുന്ന പലക്ക ഞങ്ങളുടെ ബായിലാവോ തീര. വിശ്വാസത്തെ സംബന്ധിച്ചിട്ട് അല്ലാഹു ചൊല്ല പലക്കുണ്ട് വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹു ചൊല്ലേ മുഅ്മിനായ ആൾമാർ നിങ്ങൾ നന്റെ മേൽ ഭരവസ വെക്കും. ആര് ചൊല്ലേ അല്ലാഹു ചൊല്ലേ അതെങ്ങനത്തെ കാലഘട്ടമായ മുസമ നിങ്ങൾ നന്റെ മേൽ ഭരവസ വെക്കും. ഒന്ന് മനസ്സിലാക്കുന്നു. എല്ലാ നബിമാരുടെ ചരിത്രം നോക്കിപ്പോയെങ്കിൽ അങ്ങനെ ആ ചരിത്ര ജീവിതത്തിൽ വെച്ചിട്ട് അല്ലാഹു ചൊല്ലേ നിങ്ങൾക്ക് നല്ല നിദർശനമായ നീതി പാട്ടുണ്ട്. എന്ത് കല്ലാതാണ് ചന്ദ്രേ എന്റെ അങ്ങാർക്ക് നമ്പറില്ല, അങ്ങാരും വായത്ത് പറത്തിയിട്ടില്ലേ, അങ്ങനെ സഹാബത്ത് അടിച്ചു കൊന്നില്ലേ, അങ്ങക്ക് സുൽമാക്കില്ലേ, അങ്ങനെ പെണ്ണുങ്ങളെ മേൽ പോലും ആക്രമിച്ചില്ലേ, അങ്ങനെ മക്കളെ പേരും പോലെ ആക്രമിച്ചില്ലേ, മക്കത്തിൽ പോലും ബഹിഷ്കാരിട്ടില്ലേ, തായിഫിൽ പോലും കല്ലടിച്ചില്ലേ. ഇതെല്ലാം സാഹചര്യം മനസ്സിലാക്കൊണ്ടാകുമ്പോ ഇണ്ട് നാളെ നിങ്ങൾ ജീവിച്ചുള്ള കാലഘട്ടത്തില് ഇതൊന്നും പുതിയതല്ല ദീനു ഇസ്ലാമക്ക്, ഇതൊന്നും പുതിയതല്ല മുസ്ലിമായ ആൾമാർക്ക്. കാരണം ചരിത്രം പഠിക്കാതെ കൊണ്ടിട്ടു, ഖുർആനെ മനസ്സിലാക്കാതെ കൊണ്ടിട്ടു, റസൂല് മനസ്സിലാക്കാതെ കൊണ്ടിട്ടായിട്ട് ഞങ്ങൾക്ക് ഇത് പുതിയ വിഷയമായിട്ട് കണ്ടുകൊണ്ടു. എവിടുണ്ട് ഞങ്ങൾക്ക് രക്ഷണ അങ്ങ് ചേഞ്ച് ആയ ഞങ്ങൾക്ക് രക്ഷണ കിട്ടുക, ഇങ്ങനെ ചേഞ്ച് ആയ ഞങ്ങൾക്ക് രക്ഷണ കിട്ടുക, അങ്ങ് പറഞ്ഞ എന്തായാലും ഒരു അധികാരം കിട്ടുക ചെന്ന് കൊതിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് അല്ലാഹുവിന്റെ ഫലക്കുണ്ടു. അധികാര തണ്ട നിങ്ങക്ക്, സ്ഥാനമാന തണ്ട നിങ്ങക്ക്, എല്ലാം തണ്ട മാത്രമാ നണ്ടൊക്കെ ശരീക്കാത്ത തീരാണ്ടായിട്ട് ഏറ്റവും വലിയ സുൽമ അല്ലാഹു ചെന്നത്, ഏറ്റവും വലിയ അപരാധമായിട്ടുണ്ട്. എന്തേ ശിർക്ക് ചൊല്ലി ഭയാനകമായ പാപ്പായിട്ടുള്ള സഹോദരന്മാരെ ഒരു ഇൻസാൻ അങ്ങനത്തെ രൂപത്തില് തൗബാക്കാണ്ട് മൗത്തായെങ്കിൽ അല്ലാഹു ചൊല്ല സ്വർഗം ഹറാമാക്കിയിട്ടുള്ള കൂട്ടക്കാരായിട്ട് ശരിക്കൻ വിശ്വാസത്തിലെ ആൾമാർ ചെല്ലുമ്പോ രണ്ട് സമുദായ ഇതിനെ വല്ല ഫിക്റാക്കൊണ്ടില്ല. അഡ്ജസ്റ്റ്മെന്റിൽ പോയി അങ്കിനിങ്ങ ചൊന്നു കൊടുക്കണ ചെല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അൽ-ഇംറാൻ ചില പറക്കൊണ്ടു വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅമുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുൽ മുഫ്ലിഹൂൻ. അല്ലാഹു ചൊല്ലി അങ്ങനെ മിഞ്ചുകളല്ല പഠിപ്പാട്ടില്ലേ. അല്ലാഹു ചൊല്ലി നിങ്ങളെ പക്കൽ ഒരു തണ്ട റെഡിയാവും, അൽമാരെ ഹക്ക് വിളിക്കും, സത്കർമ്മത വിളിക്കും, അതേപോലെ തപ്പ് കണ്ടപ്പോ അതിന് തടയും, അതിന് നിപ്പാട്ടുകളോട് തണ്ട റെഡിയാവട്ട്. അല്ലാഹു ചൊല്ലി അങ്ങായിട്ട് വിജയങ്ങൾ ചെല്ലുമ്പോ അല്ലാ എനിക്ക് എന്ത് അങ്ങാട്ടിന് മുണ്ടേക്കും ആവില്ല. കാരണം അല്ലാഹു ചില പലക്കായിട്ട് അങ്ങനെ ഒരു സമയം ജീവിതത്തില് ഹക്കിട് മനസ്സിലാക്കിയിട്ട് അതുപോലെ മിഞ്ചുമ്പോ നമുക്ക് എന്ത് പ്രോബ്ലം ഇല്ല, മിഞ്ചോ സാധ്യമാണ് ഇല്ല. അല്ലാഹു ചില പലക്കുണ്ടു വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്. അല്ലാഹു ചൊല്ലി ഖണ്ഡിതമായിട്ട് നിങ്ങളെ പരീക്ഷിക്കുക. വിശ്വാസി ചെന്നത് കൊണ്ട് ആറാമാസം ജീവിക്കാൻ സാധ്യമില്ല.
കാരണം അറാമായിട്ട് ജീവിക്കൊല്ലേ അത് ആഖിറത്തുകായിട്ടുണ്ട്. ഒരു ബേജാറും ഒരു ദുഃഖം ഒരു നമ്പറില്ലാണ്ട് ജീവിക്കൊല്ലേ അത് ആഖിറത്തായിട്ടുണ്ട്. ഊടല്ല വിശ്വാസി അറാമായിട്ട് നിഞ്ചോല്ലേ ഇതെല്ലാം ആറാംസെ ഒരു പീസായിട്ട് അല്ലെങ്കിൽ ഒരു ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കുള്ള പക്കല്ല റെസ്റ്റ് ഞങ്ങൾക്ക് അവിടെ ആയിട്ട് ഊടെ ഞങ്ങൾ പണിയെടുക്കണം. അള്ളാഹുടെ മനസ്സിലാക്കിരണങ്ങ അള്ളാഹു സുബ്ഹാനഹു വ തആല കുൻതും ഖൈറ ഉമ്മത്ത് ആരെ വിളിച്ചിരെ ഈ ദുനിയാവ് ഒരു മാതിരി മോഡലിംഗ് ആണ്. നീ എത്തുപാട്ടുന്ന ആൾമാരുടെ ഹക്കിട് ചൊന്നു കൊടുക്കുന്ന ആൾമാരുടെ ഹക്കിട് അങ്ങനെ ചൊന്നു കൊടുക്കുമ്പോഴത്തേക്ക് അള്ളാഹു ചൊല്ലെ മനസ്സിലാക്കി കൊണ്ടിട്ട് അള്ളാഹു ചൊല്ലെ ആ മനസ്സിലാക്കി ആൾമാരെ ഞങ്ങൾ പേടിപ്പാട്ടാം പരീക്ഷിക്കുക പേടിക്കൊണ്ടിട്ടു എന്താവും ഓത്തെ പുറത്തു പോകാവില്ല അങ്ങനെ ഞങ്ങൾ എന്താ ആക്കൂറ ഇങ്ങനെ ഞങ്ങൾ എന്താ ആക്കൂറ ചിലപ്പോ പേടിക്കു രണ്ട് റീസൺ. ഒന്നാമത്തേത് അള്ളാഹു പേടിക്കാതെ കൊണ്ടിട്ടു അള്ളാഹു ശത്രുവിടെ ഞങ്ങൾ പേടിപ്പാട്ടില്ലേ. രണ്ടാമത്തെ പരീക്ഷ ഇട്ടിക്കു അത് ഏത് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ ജീവഹാനി ഞങ്ങൾക്ക് വേനായ ആൾമാരെ റൂഹെടുത്തിട്ട് മൗത്ത് തന്നിട്ട് അള്ളാഹ് പരീക്ഷിക്കൂ. അതേപോലെ സ്വത്ത് നാശാക്കിട്ട് ബിസിനസ് ലാസാക്കി അള്ളാഹ് പരീക്ഷിക്കൂ. അതേപോലെ ഞങ്ങൾക്ക് വേനായ തിങ്സിൽ അള്ളാഹ് പരീക്ഷിക്കൂ. അള്ളാഹു അങ്ങനെ പരീക്ഷിച്ചിട്ട് ആ ആയത്തിന് നെക്സ്റ്റ് അള്ളാഹു ചൊല്ലേ വിശ്വാസിയായ ആൾമാർ സബറാക്കി ചെന്ന് പലക്കൊണ്ടു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അള്ളാഹു ചൊല്ലങ്ങ ചെല്ലോടു റബ്ബുടെ പക്കൽ വന്നാണ് തിരിച്ച് ആ റബ്ബുടെ കണ്ടുവിട്ട് പോകുന്നു. ആ റബ്ബുടെ പക്കൽ ഞങ്ങൾക്ക് പോകുന്നു ചെന്ന് വിശ്വാസികായിട്ട് ഈ ദുനിയാവ് പേടിക്കില്ല ഒരു ബേജാറിക്കില്ല. കാരണം ഞങ്ങളുടെ പേടിച്ചുള്ള മൗത്തുറായിട്ടുണ്ട് ഞങ്ങളെ മൗത്തുറായിട്ടുണ്ട്. ചില അഹിതകര ഘടന നടന്നപ്പ ഈ ഒരു ഹാലത്ത് ഞങ്ങൾ പക്കുവ പേടിച്ച 6 ഗಂಟೆ മണി 7 ಗಂಟೆ മണി സിംഗിൾ ആയിട്ട് പോകേണ്ട കുറെ മെസ്സേജ് വന്നു. ഹൈർ ഞങ്ങൾ സൂക്ഷിക്കും ജാഗ്രത ആക്കും അങ്ങനെ ഏകായിട്ട് പോകേണ്ടതല്ല. ഇവിടെ കാനൂൻ സുവസ്ഥയെ ബലപ്പെട്ട ജീവിച്ച അതേപോലെ ഞങ്ങൾ പേടിച്ച എന്തിനു പേടിച്ച മൗത്തുക്ക് പേടിച്ച ചിലപ്പോ ആക്രമിക്കൂർ കൊല്ലോണു മൗത്തുകളുടെ സഹോദരങ്ങളെ പേടിക്കൂല്ലേ. മൗത്താത് ആരാക്രമിച്ചെങ്കും ആരാക്രമിച്ചില്ലെങ്കും കിടന്നവിടെ മൗത്താവായി ഹാർട്ട് അറ്റാക്ക് ആയി മൗത്താവായി നടന്നപ്പോ മൗത്താവായി വെഹിക്കിൾ ആക്സിഡന്റ് ആയി മൗത്താവായി ദെച്ചവിടേക്ക് ബി.പി ഹൈ ആയിട്ട് മൗത്തായത് ഒരു വാരം കേട്ടിട്ടുണ്ടു. നല്ല സദൃഢമായ ബാലക്കാര ജസ്റ്റ് ബി.പി ഹൈ ആയിട്ട് 39 വർഷം ബാലക്കാര മൗത്തായ കേട്ട ഈ മൗത്തിന് എന്തില്ല റീസൺ ഇല്ല. മാത്രമേ അള്ളാഹ് സൂക്ഷിക്കു ചൊന്നോളേ അള്ളാഹു പേടിക്കു ചൊന്നോളേ ഒരു ആഹ്റുണ്ട് നിങ്ങൾക്ക് ഒരു പെർമനന്റ് ജീവിതം ഉണ്ട്. ആ പക്കൽ നിങ്ങൾ പേടിക്കൂ അവിടേക്ക് പ്രിപ്പയർ ആവും. അപ്പൊ അവിടെ പ്രിപ്പയർ ആവണ്ടാ ഞങ്ങൾ ചെല്ല ഞങ്ങൾ നിസ്കരിച്ചോ ഇല്ലേ ഞങ്ങൾ നോമ്പ് നോക്കിയില്ലേ ഞങ്ങൾ ഹജ്ജിൽ പോയില്ലേ ഞങ്ങൾ സക്കാത്ത് കൊടുത്തു ഇല്ലേ ഞങ്ങൾ നല്ല സോഷ്യൽ വർക്കായില്ലേ ഈ പല പല ഭാഗം ഞങ്ങൾ കുർബാനയാക്കി ഞങ്ങൾ കൊടുത്തോണ്ടില്ലേ. ഇത് മയ്യാവലേ സഹോദരന്മാരെ മനസ്സിലാക്കണു. ആത്മാർത്ഥമായി ചൊല്ലുണ്ടായെങ്കിൽ ഇതെല്ലാം അള്ളാഹുടെ പക്കൽ കബൂലാവണ. അള്ളാഹു ചൊല്ലി വിശ്വാസ കറക്റ്റ് ആക്കി എടുക്കണം തൗഹീദിനെ ശുദ്ധിയാക്കി എടുക്കണം അല്ലെ. പറ്റി ഒരു നിസ്കാരത്തിൽ വെച്ച് ഞാൻ ചൊല്ലി പലക്കൊണ്ടു എന്തേ നിന്റെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്ന അല്ലാഹുവേ നിന്റെ മാത്രം സഹായത്തേക്ക് ചൊല്ലു. ഉമ്മത്ത് ബഹുസംഖ്യാത ഉമ്മത്ത് തെരു തപ്പിപ്പോയിട്ടിതിൽ ബഹുസംഖ്യാത ഉമ്മത്ത് ഇത് പരാജയപ്പെട്ടു പോയിട്ടില്ല. അത് മനസ്സിലാക്കണം. എത്രയും മെജോറിറ്റി ഇന്നെങ്കും ഞങ്ങൾക്ക് എത്രയും പവർ ഇന്നെങ്കും ഇന്ന് അധികാരം ഞങ്ങളെ കയ്യിൽ വന്നെങ്കും അള്ളാഹുടെ സഹായം ഞങ്ങൾക്ക് കിട്ടില്ല അത് ഒരിക്കലും ഞങ്ങൾ സക്സസ് ആവുമ്പോൾ സാധ്യമില്ല സഹോദരന്മാർ. അള്ളാഹു ചൊല്ലേ മടങ്ങോട് നിങ്ങൾ രക്ഷണക്കേട് തന്റെ പക്കലേക്ക് എത്ര തോന്നങ്ങൾ അള്ളാഹുടെ പക്ക രക്ഷണക്കേട് മടങ്ങില്ല. ഈ ഇന്ത്യ ശ്രീലങ്കത്തെ ഈ സെക്കുലർ കൺട്രിയിൽ വെച്ചിട്ട് അധികാരം കിട്ടിയെങ്കിൽ പോലെ വിജയിക്കാൻ സാധ്യമില്ല. ഇത് അള്ളാഹുടെ വാഗ്ദാന. അള്ളാഹു ചൊല്ലേ മുസ്ലിം ഉമ്മത്തിലെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വസിച്ച ആൾമാരെ അങ്ങ് ഭരമേൽപ്പനായ തവക്കൽ അത് 2 പേരായിട്ടുണ്ട്. വ്യക്തിമാരുടെ മേലല്ല. ഞങ്ങൾ ചിലപ്പോ വിചാരിച്ചിട്ടിക്കുക ആ വ്യക്തി പറഞ്ഞെങ്കിൽ അങ്ങനത്തെ ഇൻസാൻ പറഞ്ഞ നമുക്ക് എന്തോ സുൽമാവല്ല എന്തോ ഒടുങ്ങിരാവല്ല അത് മനുഷ്യരുടെ മേൽ വെച്ച് തവക്കലായിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ പരാജയപ്പെട്ട് അള്ളാഹുടെ മേൽ വീഴ്ച ഉണ്ടായെങ്കിൽ ഖണ്ഡിതമായിട്ട് ഞങ്ങൾ പരീക്ഷിക്കുമായി ഞങ്ങൾക്ക് നൊമ്പലാകുമായി ഇഷ്ടപ്പെട്ട് ജീവ മൗത്തായി പോകുമായി. മാത്രം അള്ളാഹു വാഗ്ദാനം ഉണ്ട് അള്ളാഹു ചൊല്ലു ഒരു ബേജാറും വേണ്ട നിങ്ങൾക്ക് ഒരു പേരും വേണ്ട നിങ്ങൾക്ക്. അല്ല ചെണ്ടേ നിങ്ങൾ വിജയിക്കപ്പോണ്ടു നിങ്ങൾ വിജയിക്കപ്പോണ്ടു. തവക്കിലെ ഭാഗമായിട്ട് ഉലുൽ അസ്മ 5 നബിമാരും ചരിത്രം നോക്കാം. ഒരു ബ്രീഫ് ആയിട്ടുള്ള സാധ്യമില്ലെങ്കിൽ അതിനൊരു തെല്ലൊരു മേൽനോട്ടം നോക്കും. ഞങ്ങൾക്ക് മനസ്സിൽ കാണിക്കിട്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു ഖുർആൻ പഠിപ്പാടി തന്റെ 1050 വർഷത്തോടി 950 years 350 വർഷം ദുനിയാവ് മിഞ്ചിച്ച് എത്ര ആൾമാരെ ദീനിൽ വിളിച്ചിട്ട് പിന്നീട് അങ്ങനെ കറന്നു വരാത്തപ്പ അള്ളാഹുടെ വഹീ കണ്ട് നൂഹ് നബിക്ക് നിങ്ങൾ ഒരു എത്ര പക്കത്ത് കപ്പൽ കെട്ടുന്നു
അണ്ടും തമസ്സാക്കിയൊരു നൂഹ് എന്ത് വേറെ പണിയില്ലേ? ഇത്ര പക്കത്തിൽ കപ്പൽ കെട്ടരുത്, തമസ്സാക്കി പോയോ അല്ലെ? പിന്നീട് ആ തമാസരെ ആ വാല്യത മനസ്സിലായിട്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ തവക്കലാക്കിയിട്ട് കൊണ്ടിട്ടു കപ്പൽ എന്ത് നൂഹ് നബിയെ മുക്കില്ല. ബദലായിട്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടെ രക്ഷിച്ച് മാത്രമല്ല തന്റെ സ്വന്തം മോനെ പോലും നൂഹ് നബി ഹിദായത്തിലാക്കാൻ സാധ്യമായില്ല. മോനെ ഈ ഭാഗത്തൊന്ന് കടന്നു വാ മോനെ, നിക്ക് രക്ഷയില്ല ചെല്ലുമ്പോ മോന് കടന്നു വന്നില്ല. ബാപ്പ പോന്നെനിക്കല്ല ആദർശത്തിൽ മോന് വിശ്വസിച്ചില്ല, പരാജയപ്പെട്ടു പോയ മോൻ. ഇവിടെ മനസ്സിലാക്കും തവക്കൽ ഭാഗമായിട്ട് നൂഹ് നബി സോട്ടുപോയില്ല. അതേപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ തൗഹീദ് പ്രബോധനം തിരിഞ്ഞ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അന്നത്തെ കാലത്തിൽ മെജോറിറ്റി അധികാരത്തിന് ആൾമാരല്ല ഇബ്രാഹിം നബി ഇന്നെ സ്ഥാനമാണല്ല ഇബ്രാഹിം നബി ഇന്നെ, അല്ലെങ്കിൽ ഇബ്രാഹിം നബി ഇഷ്ടം പോലെ കാസും ദൗലത്ത് സമ്പത്ത് പവറല്ല ഇന്നെ അതുപോലെ വിജയിക്കിട്ട് പേരിക്കണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ല ആദർശ രംഗത്തിഞ്ഞപ്പ അവിടെ ആൾമാർ ചെന്ന് പലക്കൊണ്ടു ഇബ്രാഹിം ഇങ്ങനെ വിട്ടേങ്കാവല ഇബ്രാഹിം കൊല്ലു. എങ്ങനെ കൊല്ലുന്നു? ഒരു തീക്കുണ്ടാറത്തെ ഉണ്ടാക്കിയിട്ട് ആ തീക്കിട്ടായിട്ട് ഇബ്രാഹിം നബി കൊല്ലുന്ന ചിലമൊന്ന് മനസ്സിലാക്കുന്നു. തവക്കുലിന്റെ ഭാഗ, സഹായത്തെ ഭാഗ, ശുക്രിന്റെ ഭാഗ അള്ളാഹു കാട്ടിട്ടുണ്ട് അല്ലെ? എങ്ങനത്തെ ആളത്തായിട്ട് ഒരു ഭാഗ തീക്കുണ്ടാറ ഉണ്ടാക്കിയിട്ട് ആ തീക്കിട്ട സന്ദർഭത്തില് തൗഹീദിൽ അടിവരിച്ചെനിക്കത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കിടുമ്പോ മലക്കുമാരെ നേതാവ് വന്ന് കേക്കിട് മലക്കിട്ട് കേക്ക, ജിന്നിട്ട് കേക്ക, കപ്പുറാന്റെ കേക്ക് നിദർശന ഇബ്രാഹിം നബി അവിടെ മലക്കുമാർ നേതാവ് പറഞ്ഞു വന്ന് കേക്കര് എന്തായാലും സഹായവേന ഏതോ തീ കണ്ടോളൂ ഇന്ന് ക്ഷണ മാത്രത്തിൽ ആ തീക്ക് പോന്നിട്ട് ആ കഞ്ഞിപ്പോണ്ട ചൊല്ലേ ഇബ്രാഹിം നബിക്ക് വന്ന് കേക്കരെ മലക്കുമാരെ നേതാവ് ജിബ്രീൽ എന്തായാലും സഹായവേന. അപ്പ ചെന്ന പലക്ക ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. എന്ത് പലക്ക സഹോദരന്മാരെ, എന്ത് ഈമാനത് ഇന്ന് ക്ഷണാർത്ഥ തീക്ക് പോന്നിട്ട് ആ കത്തിട്ട് മൗത്തയുടെ ഹാലത്തിൽ പോഞ്ചെന്ന പലക്ക അള്ളാഹു മൈച്ചെന്ന പലക്ക കൊണ്ടിട്ടു അള്ളാഹു തീക്ക് ഓർഡർ ആക്കര് തീയണി തണുപ്പാവും ഇബ്രാഹിം കൊടുക്കു തീരാ. തൗഹീദ് ഈമാൻ ഇബ്രാഹിമിനെ തൊട്ടില്ല അവിടെ. മാത്രമല്ല മൂസാ നബിയുടെ ചരിത്രം നോക്കുമ്പോൾ ഒരുപാട് ത്യാഗം വന്നിട്ട് ഒരുപാട് നൊമ്പത്തിന്നിട്ട് എത്ര ആൾമാർ ജീവ പോയിട്ട് പ്രായപ്പെട്ടുകൊണ്ട് ഹാലത്ത് വന്ന് എല്ലാ സന്ദർഭത്തിലും അനറബുക്കും ആലവാദിച്ച് ഫിർഔൻ അഹങ്കാരിക്ക് അധികാരം കൊണ്ട് അഹങ്കാര കാട്ടുന്ന ആൾമാർ, കാസ് കൊണ്ട് അഹങ്കാര കാട്ടുന്ന ആൾമാർ, പേര് സ്ഥാനമാണ് കൊണ്ട് അഹങ്കാര കാട്ടുന്ന ആൾമാർ അല്ലാഹു ചൊല്ലേ നിങ്ങൾക്ക് നാ വെച്ചിര ദുനിയാവ് അവസാനത്തോട് വെച്ചിര ഫിർഔൻ നോക്കൂ. അധികാരം തന്റെ കയ്യിലുണ്ട്, സ്ഥാനമാണിച്ച് ബംഗാറിന്റെ കൊട്ടാരമിച്ച് സർവാധികാരമിച്ച് അതെല്ലാം അഹങ്കരിച്ച ഫിർഔന്റെ അല്ലാഹു ചൊല്ലേ വെച്ചിര ലോക അവസാനത്തോട് പണ്ട് ആൾമാർ ഫിർഔന്റെ ദൃഷ്ടാന്തമായി നാ വെച്ചിര നോക്കൂ നിങ്ങൊന്നുണ്ട്. കാരണം ആ മൂസാ നബിക്ക് ആക്കിയ സുൽമും അക്രമം ആ ഒരു ത്യാഗത്തെ മനോഭാവന മനസ്സിലാക്കണ്ടെങ്കിൽ പിന്നീട് അല്ലാഹു വഹീ പണ്ട് മൂസാ നബിക്ക് മൂസാ ഈ ഭാഗത്തൊന്ന് കടന്നു പോണു ബനു ഇസ്രായേൽ കൂടത്തെ കുട്ടിയോട് കൂടെ പോണു ചെന്തായിട്ട് ആ ഒരു വഹീ വന്നപ്പ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമുദായത്തെ എടുത്തുകൊണ്ട് പോണ്ടു. പാവപ്പെട്ട ആ സമുദായത്തെ എടുത്തുകൊണ്ട് എന്തുമില്ല പ്രത്യാറിൽ എന്തുമില്ലാത്ത എനിക്കെതിർ കാലഘട്ട എന്തുമില്ലാത്ത ഈമാൻ മാത്രമായിട്ട് ആ കൗറൊട്ടിക്കുന്ന ആ ഈമാനായിട്ട് അങ്ങ് തെരുക്കാട്ടി പോണു. ഒരു ഭാഗത്തിൽ കടൽ കണ്ട് മറുഭാഗത്ത് ഫിറൗന്റെ ആൾമാർ വന്നുള്ളൂ. ഇല്ല ഇന്ന് നിങ്ങളെ വിടില്ല, ഇന്ന് നിങ്ങളെ കൊന്നിട്ട് അവസാനിച്ചത് ഹാലത്തിലാക്കിയിട്ട് കൊണ്ടായിട്ട് മനസ്സിലാക്കും തവക്കില്ലേ ഭാഗ അല്ലെ? ആൽമാർ ചെന്ന് മുസടം കുടുങ്ങിപ്പോയല്ലേ, മുസ ശത്രുൻ കയ്യിൽ കിട്ടുപോയല്ലേ, കടൽക്കിറങ്ങി തുല്യുണ്ടായി രക്ഷയില്ല, തിരിഞ്ഞു പോലുണ്ടായി ഫിറൗന്റെ ആൾമാർ വന്നോളൂ. എന്തിനാക്കടെ മൂസ ചെല്ലുമ്പോ മൂസാ നബി ചെന്നെന്തിര് തന്റെ കയ്യിൽ ബടിയുണ്ട് പേടിക്കണ്ടമ്മ അല്ല ഇന്നമ റബ്ബി സയഹ്ദീൻ. മൂസാ നബി ചെന്ന പലക്ക കടലുണ്ടു ശത്രുങ്ങളോട് ഇന്ന് അവസാനിച്ചു പോയ ഒരു ജീവിതമില്ല എനിക്ക്. അങ്ങനത്തെ ഹാലത്തിൽ പോലും ആ കടലിനെതിരെ ചെന്ന് പലക്ക റബ്ബിനെ ചെറുക്കാട്ട പേടിക്കണ്ട. ആ ഈമാൻ കൊണ്ട് അല്ലാഹു ചൊല്ലെ മൂസ നിങ്ങളെ കയ്യിലെ പടിക്കൊണ്ടു ആ കടൽ അടിക്കൊടു ആ കടലായിട്ട് രണ്ട് ചെറുക്കാട്ട് അതേ കടൽ വെച്ചിട്ട് വിശ്വസിച്ച് തവക്കുലാക്കിയ ആൾമാർ അല്ലാഹു രക്ഷിക്കേ. നിഷേധിച്ച ആൾമാർ മുങ്ങിക്കടന്ന് മരിക്കുന്ന ഇതിഹാസമായിട്ട് നമുക്ക് കാണപ്പെട്ട് മൂസാ നബിയുടെ കടൽ പോലും മുക്കില്ലല്ലേ ഈമാന്റെ ഭാഗം മീന്റെ ബൈത്തിൽ കുടുങ്ങിയെനിക്കെ യൂനുസ് നബിയുടെ ഇതിഹാസനക മനസ്സിലാക്കി പോകേണ്ടെങ്കിൽ യൂനുസ് നബി ആ മീന്റെ ബൈത്തിൽ കുടുങ്ങിട്ട് അല്ലാഹു ചൊല്ല് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹു ആ വിളിക്കേറിട്ട് യൂനുസ് നബി രക്ഷിച്ചില്ലേ? ഈമാൻ യൂനുസ് നബി എന്താ സാധ്യം രക്ഷിച്ചിട്ട് മീനിങ് എന്തൊക്കെ പോസിബിൾ ഇല്ല അല്ല രക്ഷിച്ചിട്ട് ഈമാന്റെ ഭാഗമായിട്ടുള്ളൂ. എന്തുകൊ മനസ്സിലാക്കുന്നു
ನಂಗೆ ಬಂದನ್ಕತೆ ಮುತ್ತು ಮುಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ഈ മാനവ ലോകത്തേക്ക് റഹ്മത്ത് ചെന്ന് പഠിപ്പാട്ടിരിക്കത്തെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകായിട്ടിരിക്കും മക്കത്തെ പുറത്തു പോകാനായി വന്നു എന്തുകൊണ്ടിട്ടായിരിക്കും അൽ അമീൻ ന്യായವಂತ നീതിವಂತ സത്യವಂತ ഗുണವಂತ ചെന്നിട്ട് മക്കത്തെ മുശ്രിക്കിനെ വിളിച്ചെനിക്കത്തെ പിന്നീട് ആ മുഹമ്മദിനെ വിളിച്ച് ഒരു ജാദുകാർ ഒരു മാറ്റക്കാർ ഒരു മജ്നൂൻ ചെന്ന് വിളിച്ചു എന്തുകൊണ്ടിട്ടായിരിക്കും സഹോദരന്മാർ എന്തുകൊണ്ടിട്ടായിരിക്കും അഡ്ജസ്റ്റ്മെന്റ് ആക്കി മിഞ്ചത് കൊണ്ടിട്ട അല്ല ആദർശത്തെ മനസ്സിലാക്കിയത് മാത്രമല്ല അതിന് അളവടിച്ചത് മാത്രമല്ല ആൾമാർക്ക് എത്തുപാടി കൊടുത്തുമ്പോഴത്തേക്ക് അവിടുന്ന് അധികാര വർഗത്തെ ആൾമാർ അവിടുന്ന് പവറിന്റെ ആൾമാർ ഇൻഫ്ലുവൻസിന്റെ ആൾമാർ ഇത് മുഹമ്മദ് ഒന്ന് വിട്ടെങ്കാവല ഇത് മുഹമ്മദ് വിട്ടെങ്കാവല ആവശ്യമേ അധികാരം ആൾമാർ സ്ഥാനമാണ് ഇന്ന ആൾമാർ പേരിന്ന ആൾമാർ കാസിന്ന ആൾമാർ മുഹമ്മദ് അർച്ച് കൊള്ളോന്ന് പ്ലാൻ ആക്കുമ്പോ അവിടെ മനസ്സിലാക്കണു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തൊടൊക്കെ പോകാൻ സാധ്യമായില്ല അത് ഹിജ്റ പോണ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗുഹയിലേക്ക് ശത്രുമാർ അറ്റാക്ക് ആക്കുന്നുണ്ടോ കൊല്ലുകൊണ്ടോ ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബേജാറോടെ റസൂൽ ചൊല്ലു ആ ഗുഹയിൽ വെച്ചിട്ട് റസൂലുള്ളാഹ് ചിലപ്പോ ശത്രുന ബഗ്ഗി നോക്കിയിട്ടായെങ്കിൽ ഞങ്ങളെ കാലൊന്നും കണ്ടുപോവല്ലേ അങ്ങനെ ആക്രമിക്കുമല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലകൊണ്ട് ലാ തഹ്സനു ഇന്നല്ലാഹ മഅന എന്തൊക്കെ പേടിക്കുക അല്ല ഞങ്ങളൊട്ടിക്കില്ലേ എങ്ങനത്തെ ഹാലത്ത് ഇത് ഇപ്പൊ മൗത്താവോട് ചൊല്ലിയ ഹാലത്തിൽ പോലും ഇല്ല റബ്ബു ഞങ്ങളൊട്ടിക്കുള്ള ഈമാൻ റബ്ബു ഞങ്ങളൊട്ടിക്കുള്ള ഈമാനായിട്ടിക്കര് അണ്ട് രക്ഷിച്ചുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു നൂഹ് നബിയെ കപ്പൽ കൊണ്ട് രക്ഷിച്ച അല്ലാഹു മൂസാ നബിയെ കടൽ കൊണ്ട് രക്ഷിച്ച അല്ലാഹു അതേപോലെ തീ കൊണ്ട് ഇബ്രാഹിം രക്ഷിച്ച അല്ലാഹു മീന്റെ ബൈത്ത് കൊണ്ട് യൂസുഫ് നബി രക്ഷിച്ച അല്ലാഹു ഗുഹ കൊണ്ടിട്ടും സന്ദിഗ്ധ പരിസ്ഥിതിയിൽ പോലും മുഹമ്മദിനെ രക്ഷിച്ച അല്ലാഹു ഞങ്ങൾ രക്ഷിക്കുന്നു അല്ലാഹു ഞങ്ങൾ രക്ഷിക്കലേ അല്ലാഹു ഞങ്ങളെ ഭാഗത്തിക്കലേ വല്ലാഹി അല്ലാഹുള്ള സഹോദരൻ മാത്രമാ ഞങ്ങൾ അല്ലാഹുടെ പക്കലില്ല ഞങ്ങൾ അല്ലാഹുടെ പക്കലില്ല എത്ര തൂൾ ഞങ്ങൾ അല്ലാഹുടെ പക്കൽ മറങ്ങില്ല എത്ര തൂൾ റബ്ബുടെ മനസ്സിലാക്കില്ല അത്ര തൂൾ ഞങ്ങൾക്ക് രക്ഷക്കില്ല അത് എത്രയോ പേര് പാർട്ടി ബന്ധെങ്കും അത് എത്ര വലിയ സംഘടന ബന്ധെങ്കും അത് എത്ര വലിയ ആത്മാർ ബന്ധെങ്കും അല്ലാഹുടെ സഹായം ഞങ്ങൾക്ക് ഇല്ല ഉണ്ടാകുമ്പോ ഞങ്ങൾ പരാജയപ്പെട്ടു പോകണ്ട അതായിട്ട് സംഭവിച്ചിട്ടില്ലേ കുന്തും ഖൈറ ഉമ്മത്തിന് ഇന്ന് വാല്യൂ ഇല്ലാണ്ട് പോയിട്ട് ഉമ്മത്ത് മനസ്സിലാക്കില്ല ഖുർആന്റെ ഉമ്മത്ത് വിട്ട വന്നില്ല ഖുർആന്റെ ഉമ്മത്ത് വിട്ട വന്നില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റ ദീനിക്ക് വന്നില്ല എന്തിക്ക് പോൽ നമുക്ക് ഒരു ചങ്കാതെ ഹാലത്തായിട്ടുണ്ട് ഞങ്ങളെ ഉമ്മത്തിനെ ഒരു മാരേജ് ഫംഗ്ഷൻ ആവട്ടെ അല്ലെങ്കിൽ സെലിബ്രേഷൻ ആവട്ടെ നിങ്ങൾക്കെല്ലാം കണ്ടുകൊണ്ടുണ്ടോ എത്ര അധിപകാലത്ത് പോയ ഉമ്മത്ത് ഓരോരോ മൗത്താകുമ്പോൾ ഞങ്ങൾ ചെണ്ട ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചെന്ന് സഹോദരന്മാരമ്മ അല്ല വ്യക്തി ഫോട്ടോ വെച്ചിട്ട് ഞങ്ങളുടെ സ്റ്റേറ്റസിനെ മനസ്സിലാക്കണു ഒരാൾ എന്റെ ഫോട്ടോ ബേക്കിടൂ ഒരാൾ നിങ്ങളെ ഫോട്ടോ ബേക്കിടൂ ഇതേ ക്യാപ്ഷൻ ഇട്ടൂರು മാത്രമാ എത്ര തോള ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചെന്ന് ഞങ്ങൾ എത്ര അപ്പുറ പക്കൽ മടങ്ങിയ എത്ര പ്രിപ്പയർ ആയ സഹോദരന്മാരെ ഒന്ന് ഓർമ്മിക്കണം മൗത്തു ചൊല്ല യാഥാർത്ഥ്യ അള്ളാഹുനെ മുന്നോട്ട് എപ്പ ഏ മൂമെന്റിൽ പറച്ചുള്ളിലേക്ക് നാനായിട്ട് റീസെന്റ് എക്സാമ്പിൾ എനിക്ക് തന്നെ അല്ലെ ഒന്ന് മനസ്സിലാക്കുന്നു ഖുർആൻ പഠിപ്പാട്ട് എന്തിനെ ഒരു ജീവിയുടെ അന്യായമായിട്ട് വധിച്ചുണ്ടായെങ്കിൽ അവന് സകല മനുഷ്യത്തെ വധിച്ച പോലെ ഇട്ടിക്കര് മാത്രമല്ല ഈ ദീനുൽ ഇസ്ലാം ഇല്ലാത്ത പ്രയത്ന ഈ ദീനൊന്നാ ഇവിടെ അംഗീകരിച്ചുണ്ടായെങ്കിൽ ഇവിടെ ശാന്തി നിലനിക്കട് ഇവിടെ ഹക്ക് നിലനിക്കട് ഇവിടെ ന്യായം നിലനിക്കട് ഇവിടെ നീതി നിലനിക്കട് ഊട്ട ദൗർജന്യ കൊനയാവിടു ഏത് കൊണ്ടിട്ട് ഹക്ക് കൊണ്ട് മാത്രമായിട്ടുണ്ടു ഇല്ല ഇത് നിലനിക്കു തീരാ ഇത് നിലനിണ്ടെങ്കല്ലേ ഇവിടെ നിലനിക്കരുതെല്ലാം ചെന്നിട്ട് ഇല്ലാണ്ട് ആപ്പുകളുടെ പ്രയത്ന നാനാ രീതിയിലാകുമ്പോ അവക്കിലെ വാഹനം മനസ്സിലാക്കണം അല്ലാഹു യുരീദു അയ്യുത്രിഫു നൂറല്ലാഹ് അല്ലാഹു നന്റെ പ്രകാശത്തെ യുരീദൂന അയ്യുത്രിഫു നൂറല്ലാഹ് നന്റെ പ്രകാശത്തെ അങ്ങ് വായിക്കൊണ്ട് ഇല്ലാണ്ടാകും പ്രയത്നം അല്ല ചെയ്തേ ഇല്ല അത് ഒരിക്കലും സംഭവിക്കില്ല നന്റെ പ്രകാശത്തിനാണ് അത് നിപ്പാടിന്റെ തീർന്ന അത് അങ്ങ് എത്ര നിഷേധിച്ചെങ്കും അങ്ങ് എത്ര അപ്രിയമായെങ്കും അത്ര അസഹ്യായെങ്കും അല്ല ചെയ്തേ ഞാൻ നിലനിപ്പാട്ട ആ ഹക്കിൽ നാളുകൾ നിലനിൽക്കില്ല നോക്കില്ലേ ഈ സന്ദർഭത്തിൽ സഹോദരന്മാരെ ദീനുൽ ഇസ്ലാമിന്റെ മേലില്ലാത്ത അപപ്രചാരം മീഡിയ രംഗത്തിൽ വെച്ചിട്ട് ദീനു ചെന്ന് പേടി മുസ്ലിംസിന് കോമുവാദിങ്ങ ദീനുൽ ഇസ്ലാം കോമുവാദത്തെ ഡെഫിനേഷൻ നിങ്ങൾക്ക് പഠിപ്പാടി തന്നെ സ്വന്തം കൗൾ വെച്ചിട്ട് ഒറ്റ തപ്പാക്കിയപ്പ അത് സമർത്ഥിക്കരുത് ഞങ്ങൾ അവനല്ലേ വില വിഷയമല്ല അത് ശരിയെ ചെന്ന് വാദിക്കുന്നതായിട്ട് കോമുവാദ പഠിപ്പാടി ദീനുൽ ഇസ്ലാം
ഭയപ്പാട് ചെന്നത് ഈ ദീനുൽ ഇസ്ലാം ഇല്ലാണ്ടൊക്കെ പ്രയത്നാക്കുമ്പോ അതെത്ര പ്രയത്ന ബന്ധവും അത് സാധ്യല്ല സഹോദരന്മാരെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടം മനസ്സിലാക്കേണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. റസൂൽ സല്ലല്ലാഹു പടിപ്പാട് തന്നെ പയറിനോടി താൻ തിന്നുമ്പോ രണ്ട് നിരക്കുന്നത് പയിച്ചിട്ടില്ലാണ്ടാകുമ്പോ ആ പയറിനോട് തിന്നിടണങ്ങളല്ല. ആ നിരക്കച്ചവരോട് ഹിന്ദുവിക്കും മുസൽമാനിക്കും ക്രൈസ്തവിക്കും ബൗദ്ധിക്കും ജൈനിക്കും യഹൂദിക്കും പാർസിക്കും എത്തിസ്റ്റിക്കും ആർമിക്കും അങ്ങനത്തെ ആ ഒരു ബാന്ധവ്യ പടിപ്പാട് റസൂൽ ഞങ്ങൾക്ക് മാത്രമല്ല. ഒരു ശത്രുയുടെ മയ്യത്ത് പോകും സഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിട്ട് അഭാഗത്ത് റസൂൽ എണിച്ചിരിക്കുന്ന മയ്യത്ത് പോകുമ്പോ സഹാബത്ത് ചെണ്ട് ആ റസൂലല്ലാഹ് ഒരു യഹൂദിന്റെ മയ്യത്തിൽ കടന്നു പോയിട്ടില്ലേ, ഒരു യഹൂദിയല്ലേ ഇസ്ലാം ശത്രു അല്ലേ? ആ സന്ദർഭത്തിൽ പോലും ഹ്യൂമാനിറ്റി മാനവീയത്തെ പടിപ്പാട് റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനത്തൊരു ദീന്റെ ഇല്ലാത്ത പ്രയത്നായിട്ട് എല്ലാ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ സത്യവിശ്വാസിന്റെ അല്ലാഹ് ചൊല്ലി നിങ്ങൾക്കൊരു പേടിയും വേണ്ട, നിങ്ങൾക്കൊരു ബേജാറ് വേണ്ട. അല്ലാഹ് അടിവറച്ച് എനിക്കൊരു അന്തിമമായിട്ട് നിങ്ങൾക്ക് വിജയത്തണ്ട. ഒരു പേടി എനിക്ക് കൊതിര, ഒരു ബേജാറ് നിക്കൊതിര, മാത്രം അടിവറച്ച് നിൽക്കൊരു ഈമാൻ ഒട്ടിക. അതല്ല ഞാൻ കടന്നുപോയെ. അല്ലാഹു ഖുർആൻ ചില പലപ്പോഴും അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹു ചില പലക്കത്തിൽ വെച്ച് ഏറ്റവും നല്ല പലക്ക മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിന്റെ പക്കൽ ആൾമാരെ വിളിക്കുന്നതും അമല സ്വാലിഹത്താക്കും. പിന്നെ ഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, പിന്നെ നാം മുസ്ലിമായിട്ടില്ല, പേടിക്കണ്ട, നാം മുസ്ലിമായിട്ടില്ല. ഈ മൂന്ന് പലക്കത്തെക്കാണ് ഉത്തമമായ പലക്ക ചൊല്ലുന്ന ആറുള്ള അല്ലാഹ് ആറും എത്ര നല്ല പലക്ക അല്ലാഹുവിന്റെ പക്കൽ ആൾമാരെ വിളിക്കുന്നതും അമല സ്വാലിഹത്താക്കുന്നതും. പിന്നെ മാത്രമല്ല നാം മുസ്ലിമായിട്ടില്ല പ്രൗഢോട് ചൊല്ലുന്ന ആറുള്ള കേൾക്കുന്നത്. അതായത് റബ്ബേ ഞങ്ങളുടെ റബ്ബേ അല്ലാഹു ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾ ഏറ്റെടുത്ത കാഴ്ചക്കല്ലേ അമായത്തെ ജീവിതത്തെ മുസ്ലിം ചില പേരില് അടിച്ചു കൊന്നത്. ഞാൻ എന്തായിട്ട് ആ സഹോദരാക്കി ഒരു കേസുമില്ല, ഒരു അന്യായത്തുമില്ല, ഒരു കൊലയിലുമില്ല, ഒരു റാപ്പിലുമില്ല, എന്തില്ലാത്ത സഹോദര തന്റെ ജീവിതം നയിക്കുവാനായിട്ട് രണ്ട് മക്കളും പെഞ്ഞാരെ കൂട്ടുകൂടോ കളത്തുവാനായിട്ട് സുബൈനിസ്കത്ത് ഭർത്തായി പോയിട്ട് സഹോദരയുടെ മൗത്ത് കണ്ണെതിർ പറമ്പു ഹയാത്തത് ഒരു സഹോദര മിഞ്ചു വന്ന ഒരു സഹോദര ആ ചെന്ന പലക്കൊണ്ടു എതിരെതിർ പറമ്പായിട്ട് നോക്കിയിട്ട് അല്ലാത്തൊരു പേടിയാകുമ്പോൾ ചിരിച്ച സഹോദര എന്നെ ഒരിക്കലും വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഹാലത്ത് കടന്നു പറിച്ചു ഒരിക്കലും ആ സഹോദരൻ വിചാരിച്ചിട്ടില്ല. ആ സഹോദരൻ വിചാരിച്ചിട്ടില്ല ഔത്തില് പിക്കപ്പ് ഗാഡിയിൽ പോയി നാന് തിരിച്ചിട്ട് സൈറച്ചോളെ ആംബുലൻസിൽ ആയിരത്തെ കാണയാറ ആൾമാർ എന്റെ ബാക്കിൽ കൊണ്ടൊരു എന്റെ മുഖം നോക്കൂ അത് ലാസ്റ്റ് നോട്ടായിട്ട് കൊണ്ടു അങ്ങനെ വിചാരിച്ചില്ല. പെഞ്ഞായി ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്റെ മാപ്പിളിന് തിരിച്ചു വരാത്ത ലോകത്ത് കൊണ്ട് ചെന്ന് രണ്ട് സുബൈ പോകുമ്പോ വീണ്ടും ഔത്ത് വിസിറ്റ് ആക്കാനിക്കത്തെ ആ ഒരു മക്കളെ വിഷയത്തില് ചെണ്ട പലക്കൊണ്ടു ഒരു ഗാഡിൽ സൗണ്ട് കേൾക്കുമ്പോ ആ പിഞ്ചു കുഞ്ഞി ഔത്ത് പത്ത് വന്ന് നോക്കിടൂ കിടാവ് കൊണ്ടില്ല. ആപ്പ ബറാത്ത ലോകത്ത് യാത്ര പോയി ചെന്ന് കിടാവ് കൊണ്ടില്ല. ചിലപ്പോ കിടാവ് നോക്കായിട്ടില്ലേ തന്റെ ബാപ്പന് തിരിച്ചു കൊണ്ട തന്റെ ബാപ്പ വന്നെ ചെന്ന് ആ കിടാവിന് നോട്ടുണ്ടല്ലേ വല്ലാഹി ആക്രമിച്ച ആൾമാർക്ക് അല്ലാഹു ആൻസറാക്കടാ, അല്ലാഹു ആൻസറാക്കടാ. അമായൊക്കെ ചൊല്ലി ഒരു പേരിലായിട്ട് അടിച്ചുകൊണ്ട് വധിച്ചുകൊന്നേ അല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ ഒരു സത്യ എത്ര സത്യമായിട്ട് ഞങ്ങൾക്ക് ഗോചരിച്ചുകൊണ്ടോ ഞങ്ങൾക്ക് കണ്ടുകൊണ്ട് കൊല്ലപ്പെട്ട ആള് മൗത്താട് മൂവ്മെന്റ് കേട്ട പലക്കൊണ്ടു എന്തുകൊണ്ട് അടിച്ചുകൊന്നു കണ്ടനിങ്ങ എന്ത് ആക്കിനാണെന്ന് കേൾക്ക ആളത്തിന് അടിച്ചുകൊള്ളുമ്പോ റസൂൽ സല്ലല്ലാഹു പഠിപ്പാടിത്ത് ആ ഒരു കാലഘട്ടത്തില് അടിച്ചിട്ട് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട സഹോദര കൊന്നില്ല. എന്തുകൊണ്ട് കൊന്നോളൂ കൊന്നോളൂ ആൾമാർക്ക് പോലും കൊന്നില്ല. ഞാൻ എന്തുകൊണ്ട് കൊന്നോളൂ ഒരേ ഒരു കാരണം മുസ്ലിം മാത്രം മനസ്സിലാക്കുള്ള സഹോദരന്മാരെ തവക്കിലെ ഭാഗമായിട്ട് ഞങ്ങൾ പോണേട്ടെങ്കിൽ അല്ലാഹു ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകില്ല. അന്തിമ വിജയ അല്ലാഹു ഞങ്ങൾക്ക് കണ്ട മാത്രം അടിവരിച്ച് നിന്നും അല്ലാഹുടെ ഈമാൻ തഖ്വത്തോടെ പേടിയോടെ റബ്ബർ പക്കൽ മടങ്ങോണിച്ചു തൊട്ടു ഞങ്ങൾ ആ ഒരു ബിയാത്ത് മിഞ്ചുമ്പോ ദുനിയാവുടെ സ്ഥാനമാണ് ഞങ്ങൾക്ക് വലിയത് കാണില്ല, ദുനിയാവുടെ പ്രോബ്ലംസ് വലിയത് കാണില്ല, ദുനിയാവുടെ ലൈഫ് ഞങ്ങൾക്ക് വലിയത് കാണില്ല. എപ്പോ റബ്ബറെ പേടിച്ച് മിഞ്ചിര ഉണ്ടായിട്ട് വിജയ കടന്നു പറയില്ലേ, എത്രത്തോളം റബ്ബറിനെ പേടിക്കില്ല, ഒരു വിജയം ഞങ്ങൾക്ക് കടന്നു പറയില്ല. ഞങ്ങൾ പരാജയപ്പെട്ടു കൊണ്ട് അല്ലാഹു സലാമത്താക്കാൻ അതുപോലെ മിഞ്ചുപോലെ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മനസ്സിലാക്കല്ലേ ഒരു വിശ്വാസ ജീവിതമായിട്ട്. അപ്പൊ ഇത്രത്തോളം ഞങ്ങൾ കേട്ട വിഷയത്തില് വിശ്വാസി ചൊല്ലിയ ജീവിത റസൂൽ സല്ലല്ലാഹു അലൈഹി പഠിപ്പാടില്ല ഒരു സഫർ വന്ന പോലെ ഞങ്ങൾ സഫറിൽ കൊണ്ട് ദുനിയാവ് എത്ര ആൾമാർ അങ്ങനെ സഫറായിട്ട് അങ്ങ് തിരിഞ്ഞു പോയോ.
വയസ്സല്ലാത്ത വയസ്സിൽ ബാലക്കാരും വയസ്സിറങ്ങും ഞാൻ ആ വിഷയത്തിൽ അൺഎക്സ്പെക്ടഡ് ഞങ്ങൾക്ക് ഇപ്പം നിൽക്കാവുന്ന ഒരാൾമാരോട്ടേക്ക് ഇല്ല വർഷಕ್ಕೆ ജീവിതത്തിലായിപ്പോ അല്ലെങ്കിൽ പള്ളിക്കായിട്ട് അധ്വാനിച്ച ആൾമാർക്ക് ഞങ്ങളോട്ടേക്കില്ല വർഷಕ್ಕೆ ലൈഫിലായിപ്പോ അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതം അങ്ങനത്തെ ഒരു കാലഘട്ടം ഞങ്ങൾ ഓർക്കുമില്ലേ മുസ്ലിമായോ അല്ലെങ്കിൽ ഒരു വിശ്വാസിയായോ ഞങ്ങൾ പ്രിപ്പയർ ആണ് അള്ളാഹു ചെന്ന പക്കൽ പ്രിപ്പയർ ആണ് അത് അള്ളാഹു ചെന്നില്ലേ നാളെ നിങ്ങൾ റെഡിയാവും മൗത്തൂഷുള്ള യാഥാർത്ഥ്യ കറന്നു പണ്ടേ നാല് നണ്ടൗത്തിനും കണ്ടൊരു റഷാവും ഭയങ്കര അഹങ്കരിച്ച ആളായിട്ടിപ്പോ ചിലപ്പോ നാളില്ലാതെ ഒന്നും നടക്കല എല്ലാം നന്റെ സ്വന്തത്തെ ആവുന്ന വിചാരിച്ചാൽ അവൻ നടക്കില്ല അവനോത്തിൽ കിടന്നിട്ട് നിശബ്ദമായിട്ട് കിടന്നിട്ട് സ്വന്തം എനിക്ക് പോലും കപ്പാസിറ്റി ഇല്ല സ്വന്തം നടക്കുക പോലും കപ്പാസിറ്റി ഇല്ല ആരാ വന്നിട്ടാണ് നമുക്ക് തുണിയെടുത്ത് കാട്ടിന് ഹാലത്ത് നല്ല ഇമ്പോർട്ടന്റ് കാറിൽ വന്നിട്ട് ഇമ്പോർട്ടന്റ് കാർ ഔത്ത് പറത്തിക്കും മയ്യത്തെ കട്ടിൽ പോണ യാത്ര ഇഷ്ടപ്പെട്ട ആൾമാറും ചങ്ങായിമാറും കൂട്ടും കുടുംബം എല്ലാത്തും വിട്ടുപോണ യാത്ര ആ ഖബറിൽ വെച്ചിട്ട് തിരിച്ച് ഔട്ട് വേണ്ടതായിട്ട് അപ്പൊ ഞങ്ങൾ ദുനിയാവുമായിട്ട് അധ്വാനിക്കണ്ടല്ല ഞങ്ങളെ മക്കളെ അധ്വാനിക്കണ്ട അക കെട്ടണ്ട ഗാഡി വേണ്ട ഫാസ്റ്റ് അങ്ങനെല്ല പഠിപ്പാടില്ല നീ മിസ്സ പഠിപ്പാടില്ല അതൊട്ടിക്ക് ഓർക്കും ഞങ്ങൾ ആരും ഓർക്കും അള്ളാഹു ചൊല്ലി നാണികൾ ഉണ്ടാക്കിയ എന്തുകൊണ്ടാക്കിയ എന്റെ ആരാധിപ്പ മാത്രമായിട്ടുള്ളൂ ആരാധന ഭാഗമായിട്ടുള്ളൂ ഞങ്ങൾ ദുനിയാവില്ല അതെല്ലാം പേര് കൊണ്ടിട്ട സ്ഥാനമാനം കൊണ്ടിട്ട അഹങ്കരിക്കുമല്ല ഞങ്ങൾ തന്നെ ഓർത്ത് ഞങ്ങൾ മിഞ്ചു മാത്രം അള്ളാഹു ചൊല്ലി الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا നിങ്ങൾക്ക് ഞങ്ങൾ ഹയാത്തും മൗത്ത് എന്നൊരു പരീക്ഷിക്കുകയായിട്ട് അപ്പൊ അങ്ങനത്തെ പരീക്ഷ എന്താ നാളെ തീർന്നു പോകണം അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആ മലക്കിൽ മോത്ത് കടന്നു പറയുമ്പോൾ നല്ല റാഹത്തോടെ പോണ്ടാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ലക്കീന ഈമാനോടെ അടിവച്ച് നിൽക്കണം അത് ആറുപാട്ട് എന്തു ആവട്ട് എന്തു സംഭവിക്കട്ട് ഞങ്ങൾ റബ്ബ് അല്ലാഹു ആയിട്ടുള്ള ഞങ്ങൾ പറമേൽക്കുള്ള അല്ലാഹു ആയിട്ടുണ്ട് റബ്ബു ഞങ്ങളെ കൈവിടില്ല പരീക്ഷിക്കൂ അല്ലെങ്കിൽ വേറെ വേറെ ത്യാഗവരൂ അല്ലാഹു ഞങ്ങളെ കൈവിടില്ല ചൊല്ലേ ഈമാനോടെ അല്ലാഹുടെ മിഞ്ചേണ്ടെങ്കിൽ വല്ലാഹി അന്തിമ വിജയ അല്ലാഹു വാഗ്ദാനാക്കിയത് അത് ഞങ്ങൾക്ക് തന്നിട്ടേ തീര അതാവരുതേ അത് സംഭവിക്കരുതായിട്ടുണ്ട് മാത്രമാ അങ്ങനത്തെ ഈമാനില് ഇല്ല ഞങ്ങൾ സമുദായം ഇല്ല ഉണ്ടാകുമ്പോ ഈ സമുദായത്തിൽ രക്ഷകമില്ല ഒരു സഹായത്തില്ല അല്ല ചെന്നോളൂ ഇത് അതുക്കല്ല മടങ്ങൂർണിക അള്ളാഹുടെ പക്കൽ മടങ്ങൂർ ഒരു ദൃഷ്ടാന്ത പോലെ ഞങ്ങൾക്ക് അള്ളാഹു കാട്ടിട്ടുണ്ടെങ്കിൽ ഓരോ മൗത്ത് ഞങ്ങൾക്ക് ലെസൺ എന്ത് കൊണ്ടുണ്ടാ എത്ര അഹങ്കരിച്ച നീന് എത്ര പേരിലോ നീന് എത്ര സ്ഥാനമാണല്ലോ നീന് എത്ര കെബുർ കാട്ടിയോ നീന് എത്ര പാരിയോ നീന് കണ്ടില്ല എന്തും ഇല്ല എനിക്കൊക്കെ സാധ്യമില്ല ആരാ കിളിപ്പാടിട്ട് ആരാ ഡ്രസ് ഇട്ട് മയ്യത്തെ കണ്ട് യാത്ര പോയിട്ട് ആരാ കബറടിക്ക് വന്നിട്ട് സ്വന്തം പോലെ എനിക്ക് പോസ്മെന്റ് ഒന്നലി ചവിട്ട ആ സൈഡ് മാലക ഈ സൈഡ് മാലക ആവാത്തനക്കെത്തി ഈ ദുനിയാവിൽ ഓടിക്കളിച്ചിട്ട് ഈ ദുനിയാവിൽ മെഹനത്താക്കിട്ട് അതിനെ പക്ക അതിനെ ജാഗ ഒരു സെൻസ് അല്ല ഒരു ഫീറ്റ് പോലെ ജാഗന അവർ കൊടുക്കല അഹങ്കരിച്ച് ഗലട്ടാക്കിട്ട് ആ ഒരു ലാസ്റ്റ് എൻഡിങ് ആരുടെ കബർ മാത്രം കിട്ടി ആ പ്ലേസ് മാത്രം കിട്ടി എന്തു കിട്ടില്ല അതായിട്ട് അല്ല പഠിപ്പാടുന്നേ ഹയാത്തും മൗത്തും തന്നെ പരീക്ഷിക്കുമ്പോഴായിട്ടാകുമ്പോ ആ പരീക്ഷയുടെ കാലഘട്ടത്തിൽ നാനും നിങ്ങളുള്ള മാത്രല്ല ആൾമാർ വിശ്വാസി ആൾമാർ അള്ളാഹുടെ മേൽ ബറമേൽക്കുന്നു അള്ളാഹു നമുക്ക് സഹായിക്കുക അള്ളാഹു ഒരിക്കലും നമുക്ക് കൈവിടില്ല അള്ളാഹ് വിശ്വാസികളെ സംരക്ഷക്കായിട്ടുള്ള എങ്ങനത്തെ കാലഘട്ട എങ്ങനത്തെ പരിസ്ഥിതി അള്ളാഹു വാഗ്ദാനമുണ്ട് വിശ്വാസികളെ അങ്ങനെ ഇരിക്കാത്ത രൂപത്തിൽ അങ്ങനെ റിസ്ക് കൊടുത്തിട്ട് അങ്ങനെ സംരക്ഷിക്കുക മാത്രമല്ല അങ്ങനെ അച്ചലമായ വിശ്വാസത്തോടെ ഈ ദുനിയാവിൽ അടികുറിച്ച് മിഞ്ചല ആകാശത്തിൽ അള്ളാഹ് വാഗ്ദാനാക്കിയ ചിലപ്പോ യക്കീനായ ഈമാൻ ആ വിശ്വാസം ഇല്ലാണ്ടായെങ്കിൽ അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ട് ഹാലത്തുള്ള സഹോദരന്മാരെ അതുകൊണ്ടിട്ട് ഈമാനോട് തക്വത്തോട് മിഞ്ചുന്നു സ്റ്റാർട്ടിംഗിലെ ഫുത്ബ ചെന്ന പോലെ ഈ ദുനിയാവോട് യാത്ര പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചെന്നിട്ട് ആ തൗഹീദ് ആ ഒരു വഹദാനത്തിൽ മിഞ്ചിട്ട് മരിക്കുകയില്ലേ എൻഡിങ് പലക്ക ഞങ്ങളെ ബായ ബറബുലെ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും തനിക്ക് അനുഗ്രഹിക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ പറഞ്ഞ ചെറിയ ദോഷത്തെ മാഫാക്കട്ടെ അതേപോലെ മരിച്ചുപോയ ആ സഹോദരൻ അല്ലാഹു മഗ്ഫിറത്താക്കട്ടെ ആ സഹോദരൻ ചെറിയ ദോഷം അല്ലാഹു മാഫാക്കി കൊടുക്കട്ടെ ആ കുടുംബത്തിക്ക് ആ സഹോദരൻ കഴിഞ്ഞ നമ്മൾ താങ്ങുള്ള ശക്തി അല്ലാഹു കൊടുക്കട്ടെ തന്റെ ബാപ്പ കഴിഞ്ഞിപ്പോയിട്ട് ചെന്ന് ബാപ്പയുടെ കാത്തുള്ള മക്കളെ കൽബകു അല്ലാഹു അത് സബൂറിട്ട് കൊടുക്കട്ടെ അത് മറക്കുലെ തൗഫീഖ് കൊടുക്കട്ടെ ആ ഉമ്മാ ബാപ്പകു ആ സഹോദര ബറാത്ര യാത്ര പോയി ചൊല്ലിക്കത്തെ ആ യാഥാർത്ഥ്യത്തെ ഇന്നും പത്ത് പറയാണ്ട്
നൊമ്പത്തിലെ ഉൾപ്പെട്ട് ഹാലത്തിൽ ആ കുടുംബ കൈക്കൽ കൊണ്ടിരിക്കും. റബ്ബെ നീനല്ലാണ്ട് ഒരു സംരക്ഷക ഇല്ല റബ്ബെ. റബ്ബെ നീനല്ലാണ്ട് ഒരു സഹായ രക്ഷകൻ ഇല്ല റബ്ബെ. റബ്ബെ ആ കുടുംബത്തെ സബൂർ കൊടുല്ല. അല്ലാഹു ആ കുടുംബത്തെ സബൂർ കൊടുല്ല. അല്ലാഹു അതേപോലെ മുസ്ലിം ഉമ്മത്തിനെ നീനായിട്ട് സംരക്ഷിക്കുക റബ്ബെ. നീ സഹായിക്കുക റബ്ബെ. എല്ലാ പരീക്ഷ കാലഘട്ടങ്ങളിൽ വിജയാക്ക റബ്ബെ. നീ അല്ലാഹുവേ ശത്രുമാരെ ആ ഇസ്ലാമി ശത്രുമാരെ തന്തത്തിൽ പരാജയപ്പെട്ട് ബേയിസത്താക്ക അല്ലാഹുവേ. എത്രമാ ബാലക്കാർ എത്രമാ നിരപരാധി ബാലക്കാർ ഇന്നും അങ്ങ് ജയിലുള്ളൂ. ആ കാത്ത തപ്പുകു ജയിലുള്ളെനിക്കെത്തി ആ നിരപരാധി ബാലക്കാർക്ക് നീ റിലീസ് ആക്ക റബ്ബെ. അല്ലാഹുവേ ഞങ്ങളെ ബന്ധന മുക്താക്ക റബ്ബെ. അല്ലാഹുവേ അൻകും ഇസ്സത്തോടെ ഈ ദീനിന്റെ പണിയുടെ തൗഫീഖ് കൊടു റബ്ബെ. അല്ലാഹുവേ അൻകും ആ കുടുംബത്തോടെ വന്ന് ചേരുകയും ഈദുൽ ഫിത്റും ഈദുൽ അദാവും നല്ല നല്ല കാര്യത്തിൽ വന്ന് കൂടുകയും അങ്ങനെ ഫാമിലിയോട്ട് ടൈം സ്പെൻഡ് ആക്കുള്ള എനിക്ക് തൗഫീഖ് ആ സഹോദരന്മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുക റബ്ബെ. അല്ലാഹുവേ നാളത്തെ ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങളെല്ലാം ഉമ്മത്തിനെ ഒരുമിച്ച് കൂടിയിട്ട് ഹിദായത്തിൽ കൂടുതൽ പണിയെടുക്കുക തൗഫീഖ് കൊടു റബ്ബെ. അല്ലാഹുവേ മുസ്ലിം ഉമ്മത്തിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിനെ തൗഹീദ് കലിമത്ത് അടിവരിച്ച് നിഞ്ചുകൾ എനിക്ക് ഒగ్గട്ട് നീ തന്ന അനുഗ്രഹിക്കുക റബ്ബെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല ഒగ్గട്ടല്ല അന്ത് ഞങ്ങൾക്ക് വേറെ ഒരു ഒగ్గട്ടിൽ വിജയിക്കിട്ട പോണ്ട റബ്ബെ. അല്ലാഹു ഉമ്മത്തിനെ ഒന്നായിട്ട് വിജയിക്കൊല്ലേ തൗഫീഖ് നീ കൊടുത്ത് അനുഗ്രഹിക്കുക നാഥാ. അല്ലാഹുവേ ഈ ദുനിയാവ് യാത്ര പോകുമ്പോ അന്തിമമായിട്ട് യാത്ര പോണ്ട ആ നാല് ഒരു തൗഹീദിനെ അടിവരിച്ച് നിഞ്ചനിക്കത്തെ ഒരു മുഅ്മിനായ കൂട്ടത്തില് പോകില്ലെങ്കിൽ തൗഫീഖ് താനാതാ. നാളെ റബ്ബറെ കണ്ടുമുട്ടാ നാല് ഒരു അതിഥിയായിട്ട് റബ്ബറെ പക്ക റബ്ബാന്റെ മാത്രം വിളിച്ച് തേടിയാ എനിക്ക് മാത്രം ഇബാദത്ത് തന്നെയാണ്ട് ആരൊക്കെ ഞാൻ കേട്ടില്ല റബ്ബെ. ഇങ്ങനത്തെ സന്ധിയുടെ കാലത്തിൽ നിന്റെ മാത്രം കേട്ട് റബ്ബെ ആ ദുനിയാവ് യാത്രയായിട്ട് ഈ ദുനിയാവിന്റെ പക്കൽ വന്ന് റബ്ബെ റബ്ബെ നിന്റെ റഹ്മറെ നോട്ട കാട്ടിരിക്കട്ടെ ആ കൂട്ടത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല നണ്ടും നിങ്ങളെ ഉൾപ്പെട്ട് അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمين. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا واغفر لنا ولإخواننا الذين سبقونا بالإيمان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.